ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ വികസനത്തെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണെങ്കിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്താ സംശയം? ഏത് വിഷയം ഡീലിനെ പറ്റിയാണെങ്കിൽ ഡീലിനെ പറ്റിയാവാം. അപ്പം എല്ലാവരുമായിട്ട് ഡീലാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും 4 വോട്ട് കിട്ടാൻ വേണ്ടി മറ്റത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകൾ 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, എന്തും മടിക്കാത്തതാണെന്ന് തെളിയിച്ചിരിക്കുക. അതാണ് സംഭവം. അതെ, അത് കിട്ടുമായിരിക്കും, അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. ചിലപ്പോൾ BJP-ക്കാർ വോട്ട് ചെയ്യുമായിരിക്കും അദ്ദേഹത്തിന് BJP-ക്കാർ വോട്ട് ചെയ്യുമായിരിക്കും. അതിനെന്താ? BJP ആയിട്ടുള്ള ഡീലൊന്നും അല്ലല്ലോ അത്. BJP ആയിട്ടുള്ള ഡീലല്ല, അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ CPM-കാർ ചെയ്യത്തില്ലേ? ജി സുധാകരനോട് വോട്ട് ചെയ്യില്ലേ? ജി സുധാകരന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചെയ്യില്ല എന്ന്? അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് UDF കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പോകുന്നത് CPM-ൻ്റെ വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. സംശയമല്ലോ ഉണ്ട്. ഇവരെക്കാളൊക്കെ വലിയ നേതാവാണ് അദ്ദേഹം. അല്ല, അദ്ദേഹം അല്ലെന്നേ BJP-ക്കാരെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് എനിക്കെന്താ കുഴപ്പം? BJP-ക്കാർ വോട്ട് ചെയ്യും, CPM-കാർ വോട്ട് ചെയ്യും, കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യും, UDF-കാർ വോട്ട് ചെയ്യും, എല്ലാവരും വോട്ട് ചെയ്യും അദ്ദേഹത്തിന്. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമല്ലേ, അദ്ദേഹത്തിന് എല്ലാവരും വോട്ട് ചെയ്യും. അതിനെന്താ കുഴപ്പം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വന്ന ഒരു സ്വതന്ത്രനെ നിങ്ങൾ പിന്തുണച്ചില്ലേ? ആ പാലക്കാട് നിങ്ങൾ ആരെയാണ് പിന്തുണച്ചത്? പേര് സരി അല്ലേ? പിന്തുണച്ചില്ലേ? കോൺഗ്രസ് വിട്ടു വന്നല്ലേ? അതിൽ BJP പോയിട്ട് സീറ്റ് ചോദിച്ചിട്ട് BJP കൊടുക്കാത്തതുകൊണ്ടാണ് CPM-ൻ്റെ സ്ഥാനാർത്ഥിയായത്. ഒരു മടിയുണ്ടായില്ലേ? ഈ പിണറായി വിജയൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, അദ്ദേഹം ഇതൊക്കെ മറന്നു. എന്നിട്ട് നമ്മളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത് ഭയങ്കര കുറ്റകൃത്യം എന്ന് പറയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ എണ്ണി പറയാം, CPM പിന്തുണച്ച വേറെ സ്വതന്ത്രം BJP പോയി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഇല്ലേ, ഒരാൾ ആയില്ലേ? ഈ സരിൻ BJP-യുടെ അടുത്ത് പോയിട്ട് സീറ്റ് കിട്ടാത്തതാണ് CPM-ൽ വന്നിട്ട് CPM-ൻ്റെ സ്ഥാനാർത്ഥിയായത്. അപ്പോൾ സുധാകരനെ പോലുള്ള സമുന്നതരായ ഒരു നേതാവിനെ CPM ഇട്ട് വന്നപ്പോൾ ഞങ്ങൾ പിന്തുണച്ചതിന് ഞങ്ങളെ പരിഹസിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലയിൽ മാത്രം CPM-ൽ ലീഗും വിട്ടുവന്ന് എത്ര പേരെ സ്ഥാനാർത്ഥിയാക്കി. പറയുമ്പോൾ ഇതൊക്കെ ആലോചിക്കേണ്ടി. ഇതൊക്കെ ഞങ്ങളുമൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ അറിയുന്ന ആളല്ലേ. രാഷ്ട്രീയവും കഴിഞ്ഞ 19 കൊല്ലത്തെ രാഷ്ട്രീയമൊക്കെ അറിയാവുന്ന ആളല്ലല്ലോ ഞങ്ങളെല്ലാം. ഞങ്ങൾ അപ്പം തന്നെ മറുപടി പറയില്ലേ? അറ്റ്ലീസ്റ്റ് എഴുതി കൊടുക്കുന്ന ആളിലെങ്കിലും ഇത് ശ്രദ്ധിക്കണ്ടേ? മുഖ്യമന്ത്രി ഇങ്ങനെ അവമാനിക്കാമോ? മുഖ്യമന്ത്രിയെ കൊണ്ട് അബദ്ധം പറയിപ്പിക്കുക, അതാണ് അബദ്ധം വായിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. ഏതോ ഒരു ഉത്തരം കണ്ടെന്ന് പറഞ്ഞിട്ട് 4000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പറ്റില്ലെന്ന ആ മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാളെ കൊണ്ട് ഒരു കള്ളം പറയിപ്പിച്ചില്ലേ? എഴുതി കൊടുക്കുന്ന ആളിൽ എന്തിനാണ് അദ്ദേഹത്തെ അവമാനിക്കുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ഒന്നാമത് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലമാണ്. പുള്ളി പറഞ്ഞത് അപ്പം തന്നെ ഞങ്ങളുടെ ഇതെല്ലാം ഉണ്ട്, എല്ലാ റെക്കോർഡ്സും ഉണ്ട്. ആ ഡോക്യുമെൻ്റ് തെറ്റാണെന്ന്. അത് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി നേരിട്ട് ചെയ്ത വീടുകളാണ്. അപ്പം നിങ്ങളും പറയണം 4000 വീടാണ്. ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ, ഷീറ്റ് തന്നല്ലോ. AK ബാലനും KT ജലീലും പിണറായി മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന മന്ത്രിയായ AK ബാലൻ നിയമസഭയിൽ നൽകിയ ഉത്തരം തന്നല്ലോ. എത്ര വീടുണ്ടെന്ന് കണ്ടല്ലോ. പ്ലസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര വീട് വെച്ചെന്ന് തന്ന കണക്ക് കണ്ടല്ലോ. എന്നിട്ട് നാണാവില്ല, 4000 വീടാണ് ആ കാലത്ത്. അത് വായിച്ചു നോക്കാൻ പറ. ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. നിയമസഭയിൽ പറഞ്ഞപ്പോൾ മിണ്ടിയിലല്ലോ മുഖ്യമന്ത്രി, മറുപടി പറഞ്ഞില്ല. ഈ എഴുതി കൊടുക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ ഇങ്ങനെ കളിപ്പിക്കുന്നത്. നമ്മുടെ ആരെങ്കിലും ആണെന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളി ഇങ്ങനെ കളിപ്പിക്കുന്നത് അവിടെ ഈ എഴുതി കൊടുക്കുന്നത്.